നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ? ഞാൻ പുതിയ താമസക്കാരിയാ. വാർഡന്റെ റൂം എവിടെയാ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം വാർഡനെ വിളിച്ചു പറഞ്ഞായിരുന്നോ? ആ, വാർഡനെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാർഡന്റെ റൂം അവിടെയാ, അങ്ങോട്ട് ചെന്നാ മതി. അല്ല, ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടായോ? അത് ഈ ഹോസ്റ്റലിലെ റൂൾസിൽ പെട്ട കാര്യമാ. നിങ്ങൾക്ക് വാർഡനെയല്ലേ കാണേണ്ടത്. അങ്ങോട്ട് ചെന്നാ മതി, മാഡം റൂമിലുണ്ട്. താങ്ക്സേ. എന്താ? എന്തു പറ്റി? അല്ല, കാലിനെന്തോ കുരുങ്ങിയ പോലെ. ഇവിടെയൊന്നും ഇല്ലല്ലോ. അല്ല, എന്തോ എന്റെ കാലിൽ തട്ടി. നിങ്ങളുടെ ഡ്രസ്സ് കാലി കുടുങ്ങിയതായിരിക്കും. ഓ, ശരിയായിരിക്കല്ലേ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പുതിയ മെമ്പറാണല്ലോ, നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടണ്ടേ? റോസ്മേരി ഹൗസിലേക്ക് വന്ന പുതിയ അതിഥിയല്ലേ, നമ്മൾ ആതിഥേയ മര്യാദ കാണിക്കണ്ടേ? പുതിയ അതിഥി ആരായാലും അവർക്ക് കാര്യമായൊരു സ്വീകരണം കൊടുക്കണം. റസിയല്ലേ? അതെ മാം. സദേൺ IT പാർക്കിൽ റസി എത്ര നാളായി വർക്ക് ചെയ്യുന്നു? അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. അതിനു മുൻപ് നാട്ടിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ സാലറി കുറവായിരുന്നു, അതുകൊണ്ട് ഇത്രയും ദൂരേക്ക് വരേണ്ടി വന്നത്. ഇത്രയും നാള് റസി എവിടെ താമസിച്ചു? ഒരു കൊളീഗിന്റെ ഫ്ലാറ്റിലായിരുന്നു. അവളുടെ ഹസ്ബൻഡ് വന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ ഹോസ്റ്റലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം റസിയെ ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ. വില്ലിംഗ് ആണല്ലോ അല്ലേ? ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ താമസിക്കാൻ വന്നിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് താമസിക്കാൻ ഇത്രയും സേഫായ ഒരു ഹോസ്റ്റല് ഈ നാട്ടില് വേറെ ഇല്ല മാം. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന ബോർഡ് കണ്ടപ്പോ തന്നെ ആശ്വാസമായി. പല വനിതാ ഹോസ്റ്റലിലും പെൺകുട്ടികൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇങ്ങനൊരു ബോർഡ് അവിടെയെങ്ങും ഇല്ലാത്തതാ. റസിയുടെ ഐഡന്റിറ്റി ഒന്ന് വ്യക്തമാക്കണമല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്ന ആള് തന്നെയാണ് മുൻപിലിരിക്കുന്നെന്ന് എനിക്കൂടി ബോധ്യപ്പെടണ്ടേ? ആൾമാറോട്ടൊന്നും അല്ലെന്ന് മാം ഉറപ്പിച്ചോളൂ. എന്നിട്ട് റൂം തന്നാ മതി. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആളാരെന്ന് മനസ്സിലായല്ലോ. അല്ല, റസി മാരീഡ് ആണോ? കല്യാണം കഴിച്ച കാര്യം ഇവിടെ പറയാതിരിക്കുന്നതാ നല്ലത്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല.
ഞാൻ സിംഗിളാ മാം. അതെന്താ വിവാഹം വേണ്ടെന്ന് വെച്ചത്? വിവാഹ ജീവിതത്തോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല മാം. പുരുഷന്മാരെ എനിക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഹോസ്റ്റലിലേക്ക് തന്നെ വന്നത്. അതെന്താ പുരുഷന്മാരെ ഇഷ്ടമല്ലാത്തത്? ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല മാം. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല റസിയ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല ആളുകളും ഉണ്ട്. റസിയക്ക് ഇവിടെ റൂം അലോട്ട് ചെയ്യുന്നതിന് 1 മാസത്തെ പേയ്മെന്റ് അഡ്വാൻസായി തരണം. ആ തുക എത്രയാണെന്ന് അറിയാലോ? ആ അറിയാം മാം. ദാ മാം, ഇത് 2 മാസത്തെ പേയ്മെന്റ് ഉണ്ട്. നിധിയെ ഇതിനകത്തിട്ട് തീർക്കുന്നതിന് ഇതൊന്നും എനിക്ക് വലിയ നഷ്ടമല്ല. ദാ. റസിയ, ഇവിടെ അധികമായി ഞാൻ ആരുടെ കയ്യിൽ നിന്നും ക്യാഷ് ഒന്നും വാങ്ങാറില്ല. 1 മാസത്തെ അഡ്വാൻസ് മതി. ദാ, ഇതൊന്ന് ഫില്ല് ചെയ്തേക്ക്. ഓക്കെ മാം. പുതിയ അഡ്മിഷൻ ആണോ മാഡം? അതെ, റസിയ. ഇത് മന്ദാകിനി, ഇവിടുത്തെ ഓൾ ഇൻ ഓളാ. എന്താവശ്യം ഉണ്ടെങ്കിലും മന്ദാകിനിയോട് പറഞ്ഞാ മതി. ഇവളുടെ ചിരി കണ്ടിട്ട് എന്തോ വശപിശക് തോന്നുന്നുണ്ടല്ലോ. ഇനി അവൾ ഈ ഹോസ്റ്റൽ എങ്ങോട്ടെങ്കിലും തിരിച്ചു വെക്കുമെന്ന് ആർക്കറിയാം. മന്ദാകിനി, റസിയക്ക് താമസിക്കാൻ റൂം നമ്പർ 7 കൊടുത്തേക്ക്. അത് അലീനയുടെ റൂമിനടുത്തല്ലേ മാഡം? 5 സുന്ദരികളുടെ റൂമിനടുത്ത് ഒരെണ്ണം ഒഴിവുണ്ടല്ലോ. അത് കൊടുത്താ പോരെ മാഡം? ആ റൂം ബുക്കിംഗ് ആയിപ്പോയി. അവിടെ താമസിക്കാൻ ഇന്നൊരു പെൺകുട്ടി വരും. ആ കുട്ടി 7 ദിവസമേ ഇവിടെ ഉണ്ടാവൂ. ഇവിടെ അടുത്തേതോ പൂജയ്ക്കോ മറ്റോ വരുന്നത്. വൃന്ദയുടെ മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാ. ഒഴിവാക്കാനാവില്ല. അവളുടെ പൂജ മുടങ്ങാതെ ഞാൻ നടത്തി കൊടുക്കാം. അവള് വരട്ടെ. 7 ദിവസത്തെ പൂജ അവള് പൂർത്തിയാക്കില്ല. 1 ദിവസം തന്നെ ഞാനത് മുടക്കും. റസിയ, റസിയ, എന്താ ആലോചിക്കുന്നേ? എനി കൺഫ്യൂഷൻ? ഇല്ല ഇല്ല മാം. മന്ദാകിനി, റസിയക്ക് റൂം കാണിച്ചു കൊടുക്ക്. ശരി മാഡം, വന്നോളൂ. ഞാൻ പിടിച്ചോ. താങ്ക് യു മാം.